ചൂടുള്ള വാർത്ത. ഇന്നത്തെ ചൂടുള്ള വാർത്ത വെറും 2 രൂപയ്ക്ക്. ഇതാ ഒരു പേപ്പർ വാങ്ങണം സാർ. ചൂടുള്ള വാർത്ത. സായനപത്രം. മയക്കുമരുന്ന് കേസിൽ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. മയക്കുമരുന്ന് കേസിൽ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. ജവഹർ കോളനിയിൽ നിന്നും ഒരു കുറ്റവാളിയെ CBI അറസ്റ്റ് ചെയ്തു. സഹായിച്ചത് CI പ്രകാശ് കുമാറാണ്. മയക്കുമരുന്ന് കേസിൽ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത. മയക്കുമരുന്ന് കേസിൽ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. ഇന്നത്തെ ചൂടുള്ള വാർത്ത വെറും 2 രൂപയ്ക്ക്. ചൂടുള്ള വാർത്ത. സായന ദിനപത്രം. ചൂടുള്ള വാർത്ത. മയക്കുമരുന്ന് കേസിൽ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. എങ്ങനെയുണ്ട്? എല്ലാ വീടുകളിലും എത്തിച്ചാ? സാറ് പറഞ്ഞ പോലെ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എത്തിക്കണം. ശരി സാർ. ഒരു പത്രം എടുക്ക്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് CI പ്രകാശ് കുമാർ. കൊള്ള, നല്ല മുഴുത്ത വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ വാർത്ത അടിച്ചു വന്നിരിക്കുന്നു. ഏതായാലും നിന്റെ പത്ര മുതലാളി കൊടുത്ത കാശ് മുതലായി. നിന്റെ ഇരിക്കുന്ന ബാക്കി പത്രം കൂടെ കൊടുത്ത് തീർക്കണം. ശരി സാർ. എന്നാ പിടി 100 രൂപ. പിടി. നമ്മുടെ കോളനിക്കാരുടെ എല്ലാവരുടെ കയ്യിലും ഉച്ചപത്രം എത്തണം. CI പ്രകാശ് കുമാറിന്റെ വെയിറ്റ് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഈ പത്രം ആരും കാശ് കൊടുത്ത് വാങ്ങാറില്ല സാർ. കാശൊക്കെ നിന്റെ മുതലാളിയെ കൈ കൊണ്ടുപോയി ഞാൻ കൊടുത്തോളാം. ഒറ്റ വീടും വിട്ടുപോരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ചൂടുള്ള വാർത്ത. ഇന്നത്തെ സായനപത്രം വെറും 2 രൂപയ്ക്ക്. മയക്കുമരുന്ന് കേസിലെ അന്താരാഷ്ട്ര പ്രതിയെ ജിവർ കോളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചൂടുള്ള വാർത്ത. വന്ന് വാങ്ങുവിൻ. ചൂടുള്ള വാർത്ത. ഈ കോളനിയിലെ പ്രധാന പൗരനായ ഞാനറിയാതെ ഏത് പൗരസമിതി? അതാണ് എനിക്ക് പിടിയിട്ടാത്തത്. ഞാനും ആശാനും ഇല്ലാത്ത ഏത് പൗരസമിതി? അതാ ഞാനും ചോദിക്കുന്നത്. സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രകാശ് കുമാർ സാറ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച വാർത്തയാണിത്. മയക്കുമരുന്ന് കേസിലെ പ്രതി 4-5 ദിവസമായിട്ട് പ്രകാശ് സാറിന്റെ വീട്ടിലുണ്ടായിരുന്നു. ആണല്ലേ? പ്രകാശ് സാറോ? മതി. പ്രകാശ് അങ്ങനെ വിളിച്ചാ മതി. സുമയുടെ ബന്ധുവാണ്, അറബിയുടെ PA ആണ് എന്നൊക്കെയാ ഇവിടെ പലരോടും പറഞ്ഞിരിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. എന്തായാലും സ്വീകരണം വെക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് കലക്കാനുള്ള ബാധ്യത നമ്മക്കൊണ്ടു. അയാൾ അങ്ങനെ ഇപ്പൊ ആളാവണ്ട. ഈ സ്വീകരണം എങ്ങനെ ഏത് രീതിയിൽ കലക്കണമെന്ന് നമുക്ക് കമ്മിറ്റി കൂടി തീരുമാനിക്കാം. ഉച്ചവയിൽ ഉച്ചപത്രത്തിലെ വാർത്ത കണ്ടാ? നമ്മുടെ സാറിന്റെ ഫോട്ടോയും വാർത്തയും ഒക്കെ പത്രത്തിലുണ്ട്. നോക്ക്. CBI ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് നടന്ന ശ്രീകുട്ടൻ എന്ന യുവാവിനെ തന്ത്രത്തിൽ വീട്ടിൽ പൂട്ടിയിട്ട് CBI ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു CI പ്രകാശ് കുമാർ. എങ്ങനെ ഉണ്ട്? ബാക്കിയുടെ വായിലേച്ചി ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. അകന്ന ബന്ധു കൂടിയായ ശ്രീകുട്ടനെ ബന്ധുവെന്ന പരിഗണന പോലും നൽകാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന പ്രകാശ് കുമാറിന്റെ പ്രവൃത്തി പോലീസുകാർക്ക് പോലും മാതൃകയാണ്. പൗരസമിതി അദ്ദേഹത്തിന് സ്വീകരണം നൽകി ആദരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീകുട്ടൻ ക്രിമിനൽ ആണെന്ന് പ്രകാശേട്ടന് നേരത്തെ അറിയായിരുന്നോ? എവിടെ? ആ CBIക്കാർ ഇവിടെ വന്നപ്പോഴല്ലേ നിന്റെ ബന്ധു ഒരു കള്ളപ്പുള്ളിയാണ് ഞാൻ അറിയുന്നത് തന്നെ.
പിന്നെങ്ങനെ ഈ വാർത്ത? അതാണ് ഈ പ്രകാശ് കുമാറിന്റെ ബുദ്ധി. നാളത്തെ പ്രധാന പത്രങ്ങളിൽ CBIക്കാർ CI പ്രകാശ് കുമാറിന്റെ വീട്ടിൽ നിന്നും ഒരു പ്രതിയെ പൊക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോളനിക്കാരുടെ മുമ്പിൽ എന്റെ മാനത്തിന് എന്താണ് വില? അതുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പിലുള്ള ഏറാണ് ഈ ന്യൂസ്. എന്നാലും വാർത്തയിൽ ബന്ധുവാണെന്ന് പറയേണ്ടിയിരുന്നില്ല. എടേ, ഇത് ഞാൻ മനഃപൂർവ്വം എഴുതി കൊടുത്തൊരു മാറ്ററാണ്. ബന്ധുവാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഞാൻ അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ സത്യസന്ധത ഈ കോളനിക്കാർ മനസ്സിലാക്കില്ലേ? ഓ എന്റെ അമ്മോ, സത്യത്തിൽ സാർ സർക്കിൾ അല്ല, എന്ത് സ്ക്വയറാ പിന്നെ? അയ്യോ അതല്ലെന്ന്, വല്ല നയതന്ത്രജ്ഞനോ ശാസ്ത്രജ്ഞനോ ആവേണ്ട ആളായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ മണിയാ. അതൊക്കെ പോട്ട് സാറേ, ഈ കോളനിയിലെ സ്വീകരണത്തിന്റെ ഏർപ്പാടൊക്കെ എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സ്വല്പം കാശ് ചെലവായാലും വേണ്ടില്ല, എനിക്ക് ഞാൻ തന്നെ ഒരു സ്വീകരണം സംഘടിപ്പിക്കാൻ പോവുകയാണ്. അത് സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. അവനവന്റെ കാര്യത്തിൽ അവനവൻ തന്നെ മുന്നിട്ടിറങ്ങണം. എന്താണ് നിന്റെ മുഖത്തൊരു വാട്ടം? ഇടി, ആ ഫ്രാഡ് പൈല് നിന്റെ കൂടെ പുറപ്പൊന്നും അല്ലല്ലോ, ഏതോ അപ്പച്ചിയിലുണ്ടായ ഒരു അലന്ന ബന്ധു. എടി, നീ നോക്കിക്കോ, സ്വീകരണം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഒരു കീർത്തി മുദ്ര കൂടെ ഒപ്പിക്കണം. അതിന് ഞാനൊരു ചെറിയ ലോൺ എടുത്താണെങ്കിൽ ഇതൊക്കെ നടത്തിയിരിക്കും. സ്വീകരണം ആഘോഷം ഒന്നും വേണ്ട. ആര് പറഞ്ഞു? ഇവിടെ മണിയാ, നീ കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് സ്വീകരണത്തിലുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കുക. കാശൊക്കെ ഞാൻ വാരി അറിയാം. അങ്ങനെ ആ വകയിൽ കുറച്ച് കാശ് ഒപ്പിക്കാനുള്ള വഴിയായി. ഭായി, എന്തിനാ ഈ പട്ടാപ്പാല് പന്തം കത്തിച്ചു പിടിച്ചേക്കുന്നേ? നിനക്ക് എപ്പോഴും സംശയമാണ്. ഇടാ, ഇതൊരു കൊള്ള സങ്കേതമാണ്. നമ്മളൊക്കെ കൊള്ളക്കാരും. കൊള്ള സങ്കേതത്തിൽ പകലെന്തോ രാത്രിയെന്തോ ഇല്ല, പന്ത എരിച്ചോട്ടേയിരിക്കും. നമ്മളിവിടെ ഒത്തുകൂടി എന്താണെന്നറിയോ? എനിക്കറിയാം, പന്തം കൊളുത്തി പ്രകടനം നടത്താൻ. വിട്ടി, നമ്മുടെ പയ്യൻ ശ്രീകുട്ടൻ അകത്താക്കിയത് പ്രകാശ് കുമാർ എന്ന് പേരുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. പോലീസ് തൊപ്പി വെക്കാൻ അവന്റെ തലയിൽ ഇനി ശിരസ് കാണില്ല ഭായി. മിടുക്കൻ. അവന്റെ ചോര ട്രിപ്പ് കുപ്പികളാക്കി എനിക്ക് മരത്തി കെട്ടി തൂക്കണം, എന്നാലേ എനിക്ക് സ്ലീപ്പിക്ക് വരൂ. എന്താണോ ഇത്? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി എറുമ്പിന്റെ കടി കൊണ്ട് ചാടിയതാടാ. ജവഹർ കോളനിയിലാണ് അവന്റെ താമസം. ശ്രീകുട്ടനെ 2 ദിവസം അവിടെ നിർത്തിയ ശേഷമാണ് അവൻ CBIക്ക് ചൂണ്ടിക്കൊടുത്തത്. നിങ്ങൾ 2 കോളനിയിലേക്ക് പോകണം. ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഭായ്, അവനെ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല. അവനെ ഇഞ്ചി ഇഞ്ചിയായിട്ട് കൊല്ലണം. ഇഞ്ചി അല്ല, ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലണം. ഭായിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് നിഷ്പ്രയാസം സാധിക്കും. എങ്കിൽ സമയം കളയണ്ട, ചെല്ല്, ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. എവിടെ? ജവഹർ കോളനിയിലേക്ക്. ഇവനെ ഒന്ന് വിരട്ടിക്കളയാം. എന്തുവാണ് നോക്കുന്നത്? അനിയ, നിന്റെ സാറിന് മാത്രമല്ല പോലീസ് ജീപ്പ്, അറിയാവോ? എന്തോ നാശാന ഇത്? എന്തുവാണ് നോക്കുന്നത്? ഇടാ, നിനക്ക് നിന്റെ സാറിന് ഒരു വിചാരമുണ്ട്, ലോകത്തുള്ള സകല പോലീസ് വണ്ടികളും അയാൾക്ക് വേണ്ടിയിട്ടാണെന്ന്. എടാ, ഈ രവിചന്ദ്രനും ഉണ്ടടാ പോലീസ് ബന്ധങ്ങള്. എടാ, ഞാൻ വിചാരിച്ചാലും സാധിക്കോടാ പോലീസ് വണ്ടിയിൽ ഇരിക്കാനും നീ ഉൾപ്പെടെയുള്ള പൂവാലന്മാരെ വിരട്ടാനും. അത് ശരി, ജീപ്പും വാടകയ്ക്കെടുത്ത് പോലീസ് ഒന്നും എഴുതി ഒട്ടിച്ചോണ്ട് ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ അണ്ണാ? അകത്തായി പോവേ അണ്ണാ, ജന്മം പാഴാവും. എടാ മണുക്കൂസേ, പറ്റിപ്പ് പരിപാടിയൊക്കെ നിന്റെ ആ സാറിന്. ഇത് യഥാർത്ഥ പോലീസ് ജീപ്പ് തന്നെ, സംശയം ഉണ്ടെങ്കിൽ നോക്ക്. ഈ നേതാവിന്റെ ഒരു കാര്യം അണ്ണാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വണ്ടിയെ കൊണ്ട് വണ്ടി കയറണം. പോലീസ് വണ്ടി എന്താണ് നിന്റെ കളിപ്പാട്ടം എന്ന് വിചാരിച്ചണം. കൂമ്പ് നോക്കി ഇടിയെന്നാണല്ലോ. ഞാൻ പറയട്ടെ,
അല്ല ഞാൻ മണിയനാണ്, ഞാൻ പറയട്ടെ. ഇങ്ങോട്ട് എന്തോ നൂറ്റി പോകല്ലേടാ പറഞ്ഞത്. ഈ അണ്ണന്റെ കളി മിക്കവാറും ഗോതമ്പുണ്ടയിലേ തീരും. മിക്കവാറും അവൻ വരണ്ടെന്നാ തോന്നുന്നത്. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജനിപ്പിക്കണമേ. അനിയ ഇനി ഒന്നാണ് എന്താ ഏട്ടാ? ഈ രവിചന്ദ്രൻ നേതാവിന്റെ ഏതെങ്കിലും ബന്ധുക്കൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടോ? അറിയില്ല. പിന്നെ പോലീസ് ജീപ്പ് ഓടിച്ചോണ്ട് പോയത് രവിചന്ദ്രൻ നേതാവാണല്ലോ. അയ്യോ, അത് അയാളുടെ വലിയമ്മയുടെ മകൻ കൊണ്ടുവന്ന ജീപ്പാ. അയാൾ ആര്? DGP-യാ? ഏയ്, വർഷാപ്പിലെ മെക്കാനിക്കാ. നന്നാക്കാനായി കൊണ്ടുവന്ന ജീപ്പാ. അയാളെല്ലാരെയും വെറുതെ വിരട്ടി പേടിപ്പിക്കുക. ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. പതുക്കെ പതുക്കെ വല്ലവരുടെയും വീടാണ്, ഓടൊടിക്കരുത്. പതുക്കെ താരോട്ടൊന്ന് വീടല്ലേ, വീണ അനുസ്മരണ പരസ്യമായി പോയി. പതുക്കെ ഇവിടെ ഇരുന്നാൽ കോളനിയുടെ വിവിധ ഭീഷണം നടത്താം. രാത്രി വന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് കേറി അവനെ കാരണം ഇങ്ങോട്ട് വാടല്ലേ. എടാ, രാത്രി വന്നാൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂ? വിവിധ ഭീഷണം നടത്താൻ പലകയാണ് പറ്റിയത്. പലകെ? എടാ പലകയല്ല, പകല്. താങ്ക് യു. നിനക്ക് ദാഹിക്കുന്നു. ഉണ്ട്. കണ്ട കൊലച്ചു കിടക്കുന്നുണ്ട് സഹോദരങ്ങളെ പോലെ. മൊത്തം കരിക്കും തേങ്ങയും വെടലിയും ഓലയും മാടലിയും. കരിക്ക് കുടിച്ചിട്ട് വേണം ദാഹം തീർക്കാൻ. എന്താണെന്ന് അറിയാവോ? അറിയാം, കരിക്ക്. അതവിടെ കിടക്കട്ടെ. ടെറസിലെ ടാങ്ക് നിറയെ വെള്ളമുണ്ട്. നീ പോയി കുടിച്ചിട്ട് വാ. ആരോ വരുന്നുണ്ട്. ആരുള്ളൂ. ഓ, ആരോല്ല, അപ്പുറത്തെ സിയെ വരുന്ന കിടന്ന മിണ്ടല്ലേ. സി എന്തോ അങ്ങനൊക്കെ പോന്നെ, പെൻഷനായെന്ന് തോന്നുന്നു. പാവം, ശല്യപ്പെടുത്തണ്ട. ആ വരുന്നവരാണ് സർക്കിൾ ഇൻസ്പെക്ടർ. അതെ, എങ്കിലും അവരെ തട്ടിയാലേ. ഓക്കേ. പോലീസ് ജീപ്പിന്റെ ഗമയൊന്ന് വേറെ തന്നെ. ആളുകൾക്കെന്ത് പേടിയും ബഹുമാനമാണെന്നറിയാവോ? ചുമ്മാതല്ല പ്രകാശ് കുമാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത്. ഇന്നൊന്ന് രണ്ടെണ്ണത്തിന് വിരട്ടിയിട്ട് തന്നെ കാര്യം. അർച്ചന, ഞാൻ എത്ര നാളെ തന്നെ പുറകെ നടക്കുന്നു. കേക്ക് അർച്ചന, ഫ്രണ്ട്സ് ഒക്കെ അർച്ചന, ഞാൻ പറയട്ടെ. വേണ്ട, എനിക്ക് കേക്കണ്ട. എന്താണ് ഇവൻ പറഞ്ഞത്? എടി, നീ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത്? ഇനി കാണുമ്പോ ശരിക്കും പറയണം. നോക്കിക്കോ, വെച്ചിട്ടുണ്ട്. എടാ, നിനക്ക് അവളോട് ഇഷ്ടമാണെങ്കിൽ നീ നേരിട്ട് പറ. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. നീ വാ. ഏത് വേണോ? വാ, ഞാൻ പറയാം. അർച്ചന, പ്ലീസ്, ഒരു കാര്യം പറയാനുണ്ട്. ഇവന് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാണ് ഇവിടെ എല്ലാരും കൂടെ കൂടി വയ്ക്കുന്നേ? എന്താ? ആരാന്നോ? ഡാ, നീ ബോർഡ് കണ്ടോ? പോലീസ് ജീപ്പ് വന്ന് എന്നോട് ആരാന്ന് ചോദിക്കുന്നോ? എന്തുവാണ് അതിന്റെ പേര്? ഹർഷൻ. കർഷകനെന്നോ? അല്ല, ഹർഷൻ, ഹർഷകുമാർ. എന്തുവാണ് അതിന്റെ പേര്? ഹർഷൻ. ഹർഷനോ? നീ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. സാർ സ്റ്റേഷൻ മാസ്റ്റർ? ഇടിച്ചതിന്റെ കൂമ്പ് വാട്ടിക്കളയും. എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. ആണുങ്ങളൊക്കെ അപ്പുറത്ത് പോയി നിൽക്കേ. ബസ് സ്റ്റോപ്പ് ഇവിടാണ്. ഇവിടെയാണോ ബസ് സ്റ്റോപ്പ്? അപ്പുറത്ത് ബസ് നിർത്തും. പോ, ഇല്ലെങ്കിൽ ഞാൻ നിർത്തി തരും. ഇവന്മാരാരെങ്കിലും മക്കളെ കമന്റ് അടിച്ചോ? ഇല്ല. ഇല്ലേ? ഇവന്മാരെ കമന്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വണ്ടി കയറി, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓസല്ലേ, നമുക്ക് വാ. വാ നിങ്ങള്. കുട്ടി ഇങ്ങോട്ട് കയറിക്കോ. ശരി, ഇങ്ങോട്ട് ഇരുന്നു. ഇങ്ങോട്ട് നീങ്ങിരുന്നു, അല്ലെങ്കിൽ വീട് പോകും. നമ്മൾ പുറകെ നടന്നത് വെറുതെ ആയി. അങ്ങേരതേ ആ പെണ്ണേം കൊണ്ടുപോയി. ഒന്ന് തുമ്മിയതിന് 3000 രൂപ.
അയ്യോ, ഞാനില്ല. ഡേയ്, ഡേയ്, അവിടെ ഇല്ലേ? ഡേയ്, ബാലപ്പ, ഇത് ഞാനാടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇടേ ഇപ്പുറത്ത് വാടാ. ഇടാ ഇങ്ങോട്ട് വാടാ. ആശാനാ? പോലീസ് പിടിച്ചിട്ട് ജീപ്പ് ഓടിക്കാൻ തന്നാ? പോടാ പോടാ പോടാ. ആരാ അകത്ത്? ഇതൊക്കെ വനിതാ പോലീസുകാരാ? ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാ. ഇതൊക്കെ നേരത്തെ പറയണ്ട. അങ്ങോട്ട് നീങ്ങി. പോയി ബാക്കിൽ കയറി പോ. ഞാൻ ബാക്കി ഇരിക്കേ. എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ. അവിടെ ഇല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പൊ ഇവിടെ ഇറങ്ങില്ലയോ? നാളെ ഞാൻ കേട്ടോ. നമുക്ക് ഇനിയും കാണാം കേട്ടാ. ഞാൻ ഒരു ദിവസം ഈ ജീപ്പ് എടുത്തോണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് ഈ പോലീസ് ജീപ്പിന്റെ പ്രയോജനം മനസ്സിലായത്. ഡാഡാ, നിന്റെ ഉദ്ദേശം എന്തുവാ? അല്ലെ ഈ പെണ്ണുങ്ങളെ കയറ്റി ഇരുത്തി കൊണ്ടുപോയാൽ പോലീസ് പിടിക്കത്തില്ലല്ലോ. എടാ, ഇതേ പാവപ്പെട്ടവരെ വിരട്ടാൻ കൂടെ പറ്റിയതാ. എത്ര പേരെ വിരട്ടിട്ടാണ് ഞാൻ വരുന്നതെന്ന് അറിയാവോ? എന്നത് ആശയിച്ചിട്ട് ഓടി എനിക്ക് കുറച്ചേരെ എടാ, ഇങ്ങനെ മീശ കൂടെ പിരിച്ചു വെച്ചാലേ ആളുകൾ പേടിക്കത്തുള്ളൂ, അറിയാവോ? എന്നാലേ വിരളത്തോളാ. ഇത് പിരിയുന്നില്ല. വലിച്ചു പിടിച്ച് കളയരുത്. പിന്നെ വണ്ടി എടു. ആ കൊള്ളാം. യൂണിഫോം കൂടെ വേണമായിരുന്നല്ലേ? എന്തിന്? ഈ ജീപ്പിന്റെ മുരൾച്ച കേട്ടാ തന്നെ ആളുകളൊക്കെ വിരളും. ആണ്. പിന്നെ വണ്ടി ഇറ. അയ്യോ, ഞാൻ കുറച്ചേരം SI ആയി പോയി ഏട്ടാ. ആണോ? സോറി, സ്റ്റാർട്ട് ചെയ്യ. എന്റെ അമ്മ, ഞാൻ എവിടെ? സാറേ, ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പറയെ വിളിക്കരുത്. അല്ല സാറേ, സാറാ രവിചന്ദ്രനെ കാണുമ്പോ ഒന്ന് വിരട്ടിയേക്കണം. അവൻ വീണ്ടും തലപൊക്കി തുടങ്ങിയ എനിക്ക് നേരെ. തലപൊക്കി തുടങ്ങിയെന്നാ? ഇപ്പം മുതലൊരു പോലീസ് ജീപ്പിൽ കറങ്ങി ആൾക്കാരെ വിരട്ടലാണ് അളിയന്റെ പുതിയ ഹോബി. പോലീസ് ജീപ്പ്? അവൻ എവിടെ ജീപ്പ്? അയ്യോ, അത് അയാളുടെ വലിയമ്മയുടെ മോന്റെ വർഷാപ്പിൽ അങ്ങനെ നന്നാക്കാൻ കൊണ്ടുവന്ന ജീപ്പ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ അതിലാണ് അളിയന്റെ കറക്കം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് സ്വീകരണവും കീർത്തിമുദ്രയും കിട്ടുന്നതിനുള്ള അസൂയാണ് അവൻ. അത് തന്നെ. എന്തായാലും ഈ പേരിലെങ്കിലും അവനെ പൊക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് 2 ഇടി ഇടിക്കണം. വേണം സാറേ, വേണം. ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹത്തിനൊന്ന് കൊടുക്കോ. പ്രകാശ് ചേട്ടാ, ദാ ചേട്ടന് ഫോൺ. എനിക്കോ? ആ. ഹലോ ഹലോ സർ, ഞാൻ പ്രഭാവതി. എനിക്ക് സാറിനെ തനിച്ചൊന്ന് കാണണം. തനിച്ചോ? എന്താ കാര്യം? സാറിനെ കുറിച്ച് പത്രത്തിലൂടെയും അല്ലാതെയും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പത്രത്തില് ഫോട്ടോ കണ്ടപ്പോഴാ ആള് ചെറുപ്പാണെന്ന് മനസ്സിലായത്. ആരാ ഫോൺ എടുത്തത്? അമ്മയാണോ? ചേച്ചിയാ ഫോൺ എടുത്തത്. വിളിച്ച കാര്യം പറഞ്ഞില്ല. എനിക്ക് സാറിനെ സ്വകാര്യമായിട്ടൊന്ന് കാണണം. സ്റ്റേഷനിൽ വന്നാ കാണാൻ പറ്റുമോ? സൗകര്യമായിട്ടാകുമ്പോ സ്റ്റേഷനിൽ വരണ്ട. എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ. 9847893154. വിളിച്ചാ മതി. ഓക്കെ. ആരാ പ്രകാശ് ചേട്ടൻ വിളിച്ചത്? ഒരു പരാതിക്കാരി. അതെന്താ പിന്നെ സ്റ്റേഷനിൽ വരണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് IG ഓഫീസറെ പോണം, അതുകൊണ്ടാണ് സ്റ്റേഷനിൽ വരണ്ടെന്ന് പറഞ്ഞത്. ഫോൺ കൊണ്ടുപോയി.